വരുന്നുണ്ട്. ശല്യമായല്ലോ. സ്റ്റേഷനിൽ ഒരു ചരക്കുണ്ടെന്ന് അപ്പോഴേക്കും കമ്മീഷണർ അറിഞ്ഞു. കമ്മീഷണർ അദ്ദേഹം അല്ല സാറേ, പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മാർക്കറ്റ് മാസ്റ്റർ. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇതിന് എന്ത് ചെയ്യണം സാറേ? അകത്ത് കയറി. ഞാൻ കേറിക്കോളാം. അറ്റൻഷനിലാണോ അതോ ടെൻഷനിലാണോ നിങ്ങള്? സബാഷ്, ഇപ്പൊ കിക്ക് മുഴുവൻ ഇറങ്ങിയതുപോലെ ഉണ്ടല്ലോ. എത്ര ടാങ്ക് ബിയർ വിഴുങ്ങി? ബിയർ അല്ലേ സാറേ, ബ്രാൻഡിയിൽ വെള്ളമൊഴിക്കാതെയാ സർക്കിൾ സാർ കുടിച്ചത്. ഇങ്ങോട്ട് നോക്ക്. സുന്ദര സാറിന്റെ വധക്കേസ് സംബന്ധിച്ച ഫയൽ കൊണ്ടുപോവാ. സർ, റൂൾസ് പ്രകാരം ഹോം മിനിസ്റ്റർ അത് ചോദിച്ചപ്പോ. റൂൾസ് പ്രകാരമാണെങ്കിൽ ആ പെണ്ണിനെ എന്തിനാ സെല്ലിൽ അടച്ചിട്ടിരിക്കുന്നേ? അത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്താണ്. ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത പെൺ പോലീസ് അറസ്റ്റ് ചെയ്യണം, പെൺ പോലീസ് കാവലിൽ നിൽക്കേണ്ടതാ. അവരെവിടെ? അത് റൂൾസ് പാലിക്കണമെന്ന് കരുതിയോ അതോ സെൽഫ് ബെഡ്റൂം ആക്കാമെന്ന് വിചാരിച്ചോടോ താൻ? സൂപ്പർ ചോദ്യം ചോദിച്ചത്. ചെല്ലേ ആ പെണ്ണ് റിലീസ് ചെയ്യ്. മന്ത്രിയാണേലും മഹാ മനസ്സുള്ളവനാണ് നിങ്ങൾ തെളിയിച്ചു. എപ്പോഴേലും ആവശ്യമുണ്ടെങ്കിൽ. വളരെ സ്പീഡിൽ പോയല്ലേ, സ്റ്റോറി മാറിപ്പോവും. പൊയ്ക്കോ. സർ, എന്താ കേസ് ക്ലോസ് ചെയ്തെന്ന് ഫയലിൽ കാണുന്നല്ലോ. സർ, അദ്ദേഹം കാളകുത്തി മരിച്ചു പോയതാണെന്ന് ഒരു പ്രത്യക്ഷ സാക്ഷി പറഞ്ഞിരുന്നു. അല്ലല്ലോ, ഇത് കൊലയാണെന്ന് ഒരു സാക്ഷിയും പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞിരുന്നതാ, പക്ഷേ പ്രത്യക്ഷ സാക്ഷി ആയിരുന്നില്ലല്ലോ. നടക്കണോ, ഇത് കൊലയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഈ ഫയൽ ക്ലോസ് ചെയ്തു. തന്ന കാശുള്ള നന്ദി കൊണ്ട് മൗനം പാലിച്ചതല്ലേ? ആ കൊല നടന്ന ദിവസം ആത്മായോ അവന്റെ മകനും രണ്ടുപേർക്ക് എൽബിയുണ്ട് സാർ. എലിബിയുണ്ട്. സബാഷ്. എന്നാ ശരിക്കും ആ ടൈമിന് ആ കൊല നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റം അവരുടെ മേൽ വരാത്ത വിധം വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചു അല്ലേ? അങ്ങനെയല്ല സാർ. ഇനിയൊന്നും പറയണ്ട, എനിക്ക് ആവശ്യമുള്ള പോയിന്റ് കിട്ടി. കളി ഇനിയാ. വേഗത്തിൽ ഈ കേസ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അസംബ്ലി വരെ ഞാൻ വിറപ്പിക്കും. കണ്ടോ? മുല്ലപ്പന്തൽ കെട്ട്